എൻ്റെ കൈയൊക്കെ ഉണ്ട് ചുമന്ന്. ഗ്ലൗസ് എടുത്തില്ല, മറന്നുപോയി. പക്ഷെ ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലൊരു തണുപ്പുള്ളൊരു ദിവസമാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഞാൻ ഇന്നെനിക്ക് രാവിലെ തന്നെ ഓഫീസിൽ പോകണം. സോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല തണുപ്പ്. അപ്പം തന്നെ ഞാൻ പോയിട്ട് എന്താ പറയുക, ഒരു ഹുഡിയൊക്കെ എടുത്തിട്ട് കേട്ടോ. അതിനുശേഷം നേരെ വന്നു, ഫേസൊക്കെ കഴുകി നല്ലൊന്ന് ഫ്രഷ് ആയതിനു ശേഷം പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുന്നു. ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടത്. തണുപ്പല്ലേ, അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതിടാം എന്ന് വിചാരിച്ചു. കുറേ നാളായിരുന്നു ഈ ഒരു ടോപ്പ് കാണാതായിട്ട് അവസാനം ഞാൻ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് ദോശയാണ്. ദോശ മാത്രം രാവിലെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഇന്നലെ തന്നെ ഞാൻ എന്താ പറയുക, കടലയാക്കി, പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മഷ്റൂം ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മുതിരയാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ തലേദിവസം തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എന്താ പറയുക, കിടന്നോടുണ്ടല്ലോ, എളുപ്പമല്ലേ. അങ്ങനെ ഫുഡെല്ലാം സെറ്റായി. ദോശയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി. ഇനി നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കേട്ടോ. ഇന്ന് വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ് കേട്ടോ, ഗാർബേജ് ഡേ ആണ്. അപ്പം ഞാൻ അതുവഴി നടന്നു പോകുന്നുണ്ട്. എന്നെ കാണുമെന്ന് തന്നെ എനിക്കറിഞ്ഞോണ്ട് മഞ്ഞൊക്കെ ഇങ്ങനെ കൂമ്പാരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സ്നോഫോൾ ആയിരുന്നു കേട്ടോ. നല്ല സ്നോ സ്റ്റോമും ഒക്കെ ആയിരുന്നു. 65 സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു കേട്ടോ സ്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗാർബേജ് ഒക്കെ കൊണ്ട് കളഞ്ഞു. അതിന് ശേഷം ഫുഡ് എടുത്തു വെച്ചു. അതേപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. ലാപ്ടോപ്പും എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അതിന് ശേഷം പോകാൻ റെഡിയായി. ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആയിട്ടിട്ട് അങ്ങനെ ഞാൻ പോകാൻ പോവാണ്. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. പുറത്തിറങ്ങിയപ്പോൾ സൂര്യനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അങ്ങനെ ഞാൻ ഓടിപ്പടച്ച് ഞാൻ എഴുന്നേറ്റു പോവാ. നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, എന്താകുമോ എന്തോ. പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് മുമ്പേ എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വിചാരിച്ചു ദൈവം ജാക്കറ്റ് ഇല്ലാതെ പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ജാക്കറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുമല്ല രാത്രിയാകുമ്പോഴത്തേക്കും അതിലേറെ തണുപ്പായിരിക്കും. അങ്ങനെ കണ്ടോ, ഫുള്ള് മഞ്ഞ, നല്ല തണുപ്പുണ്ട്. പിന്നെ വായു തണുപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പം പോട്ടെ. ഇനിയിപ്പം ബസ് കയറണം, ട്രെയിൻ കയറണം. അത്യാവശ്യം നല്ലൊരു യാത്രയുണ്ട്. സോ ഇന്നെനിക്ക് രാവിലെ 10 മണി തൊട്ട് 6 മണി വരെയാണ്. വൈകുന്നേരം ഒരു 4:30-5 ആകുമ്പോഴത്തേക്കും ഇരുട്ടും. തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല രാത്രിയായിരിക്കും. ബട്ട് എനിവേസ് പോയല്ലേ പറ്റൂ. അങ്ങനെ പോട്ടെ കേട്ടോ. അപ്പം ബൈ. എൻ്റെ കൈയൊക്കെ ഉണ്ട് ചുമന്ന്. ഗ്ലൗസ് എടുത്തില്ല, മറന്നുപോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പോക്കറ്റിൽ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് പിന്നെ അത്രയും വലിയൊരു തണുപ്പുള്ളൊരു ഡേ ആയിട്ട് തോന്നുന്നുമില്ല. പിന്നെ ഇന്ന് സ്നോ വീഴുന്നതായിട്ടും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പോട്ടെ, ബൈ. അങ്ങനെ ഞാൻ നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് വരുന്ന കാത്തിരിക്കുകയാണ്. ഇന്ന് എന്താണെന്നറിയത്തില്ല, ഞാനിന്ന് വളരെയേറെ നേരത്തെയായിരുന്നു ഇറങ്ങിയത്. എന്നാലും ഞാനിന്ന് ഓഫീസിൽ ചെന്നപ്പം 1 മണിക്കൂർ ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ ചെന്നത്. എന്താ കാര്യമൊന്നും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ പൊതുവേ സ്നോ ടൈമിലൊക്കെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും എത്തത്തില്ല. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം. എന്നിട്ടും ഞാൻ താമസിച്ചു. അങ്ങനെ ബസ് സ്റ്റേഷനിലെത്തി. ഞാൻ ഇനി ട്രെയിൻ പിടിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എനിക്കൊരു 1 hour അത്രയൊക്കെ ട്രാവൽ ഉണ്ട് കേട്ടോ, ഒരു സൈഡ് തന്നെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിനിൽ കയറി ഞാൻ ഇരുന്നു. ട്രെയിന് എന്താ പറയുക, എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലെത്തി. അങ്ങനെ ഇനിയിപ്പം കാണുന്നതാണ് കേട്ടോ എൻ്റെ ഓഫീസ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പണിയെടുക്കട്ടെ. ബൈ. എല്ലാവരും അടിപൊളി സെറ്റായിട്ടിരിക്കൂ. ബൈ.